ഇപ്പൊ കോമ്പറ്റീഷൻസിനൊന്നും പോവാറില്ലേ? ഞാനോ? എനിക്ക് പണ്ടേ അതൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. വാപ്പച്ചിന് ഇൻട്രസ്റ്റ് അല്ലേ. പിന്നെ അതിനുശേഷം എന്നെ വാപ്പച്ചി കടലെടുത്തില്ലേ. 5 കൊല്ലം മിക്കാക്കാട് കൂടെയായിരുന്നു. അവിടെ ചെന്നിട്ട് ഇടയ്ക്ക് ഇതിനെ കുറിച്ച് അന്വേഷിക്കുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഞാനത് വിട്ടു. വിട്ടോ? നിത്യയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അരുണ് ബിസിനസ്സാ. മുംബൈയിലും ബാംഗ്ലൂരൊക്കെ ഓഫീസുണ്ട്. ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കുക. എന്താ പ്രശ്നം? എന്താ? നീ തന്നെ കാരണം. ഞാൻ ചുമ്മാ പറഞ്ഞ അതൊക്കെ തന്നെ അറിയോ പോലുമില്ല. വീട്ടുകാരെല്ലാരും കൂടി അറേഞ്ച് ചെയ്ത കല്യാണ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് സെറ്റായില്ല. തുടക്കം തൊട്ടേ പ്രശ്നങ്ങളായിരുന്നു. നിനക്ക് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. നീ സിംഗിൾ ആയിട്ട് സൂക്ഷിച്ച് നടക്കല്ലേ? പിന്നെ ഭയങ്കര സുഖല്ലേ. അന്ന് അനീതി ഒരു ഗരാഷിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടല്ലോ. അത് നമ്മുടെ കോളേജിന്റെ അടുത്താ. സ്ഥലമൊക്കെ അവിടെ സെറ്റായി. പണി നടക്കുന്നു. നമ്മുടെ ശ്രീനാഥിന്റെ കൂടെ. ആര്? നമ്മുടെ കുട്ടി ശ്രീയാ? അവൻ എന്താ പറയണു? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും പഴയ തള്ളൊക്കെ ഉണ്ടോ? പഴയ പോലെ ഇല്ല, ഇപ്പൊ കുറവാ. നല്ല പ്രോത്സാഹനം കിട്ടുന്നില്ലല്ലോ. നീ അവന്റെ നമ്പർ ഒന്ന് തന്നെ, നമുക്ക് കുറച്ച് പ്രോത്സാഹിപ്പിക്കാം. 9846. ഹലോ. ഹലോ, ശ്രീനാഥ് ശ്രീധരൻ? അതെ, ആരാണ്? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. പറഞ്ഞോളൂ. ഒരു 2001, 2004 കാലഘട്ടത്തിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്വർണ്ണ പല്ല് കെട്ടിയ തത്ത അതിന് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നിത്യാണോ? നിത്യ മുരളീധരൻ. അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ടോ? അങ്ങനെ അധികം കാണാറൊന്നുമില്ലടി. നമ്മുടെ അരുണിനെയും ഫിലിപ്പിനെയും കടയിൽ കാണാറുണ്ട്. പിന്നെ നമ്മുടെ മീര ഇടയ്ക്ക് ഫാമിലിയായിട്ട് ഷോറൂമിൽ വന്നിരുന്നു വണ്ടിയൊക്കെ നോക്കാനായിട്ട്. അപ്പൊ നീ ജിമ്മിനെ കാണാറില്ല? ജിമ്മിനെ കാണാറുണ്ട്. പിന്നെ ആ ഒരു വിഷയം ഇവിടെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നാലേ ആ വിഷയം എന്താ എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ലൗഡ് സ്പീക്കറിലാ. അത് നന്നായിട്ടാ, അങ്ങനെ സേഫ് ആയിട്ടിരിക്കുന്നേ. ശരി, എന്ന് മസ്റ്റായിട്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് കാണണേ. കാണാം. ഈ അങ്കിളിനെ അറിയോ? എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചോ? ഹായ്, ഐ ആം ധ്രുവി. ജിമ്മി. ധ്രുവി നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടല്ലോ. താങ്ക് യു. വാ പോവാ. നടന്നാലോ?